ഹായ് എവരിവൺ. ഇന്ന് നമ്മുടെ ട്രേഡിംഗ് ചാലഞ്ചിൻ്റെ 6th ഡേ ആണ്. ഡേ 6 ആണ്. ഇന്നും എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ നിഫ്റ്റി തന്നെയാണ് ട്രേഡ് എടുക്കുന്നത്. നമ്മൾ ഒന്നും ഇതുവരെ എടുത്തിട്ടില്ല, പൊസിഷനൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇന്നൊരു 10 മണിക്ക് ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടല്ലോ RBIയുടെ. ആ സമയത്ത് ഇത്തിരി വോളറ്റിലിറ്റി കാണിക്കും. ഏകദേശം ആ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 10-20 മാർക്കറ്റ് നല്ലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് തന്നായിരുന്നു നിഫ്റ്റി. ഞാൻ എന്തായാലും PE സൈഡിലൊരു എൻട്രി എടുത്ത് നോക്കാൻ പോവുകയാണ്. കാരണം ഇത് തിരിച്ച് ഒരു റിയാക്ഷൻ കാണിക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. നിഫ്റ്റിയുടെ 9th December 26,200 PEയിൽ ഒരു 150 എൻട്രി ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം, 40 പോയിൻ്റ് അവിടെ നിന്ന് കിട്ടുമോ നോക്കാം. എൻ്റെ ഒരു കണക്കുകൂട്ടൽ വെച്ചിട്ട്, എൻ്റെ കൺവിക്ഷൻ വെച്ചിട്ട് മിനിമം ഒരു 40 പോയിൻ്റ് അപ്പ് തന്നിട്ട് ഇത് വീണ്ടും പുൾ ബാക്ക് കാണിക്കും, നിഫ്റ്റി പുൾ ബാക്ക് കാണിക്കും എന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത്, എൻ്റെ ഒരു കൺവിക്ഷൻ പ്രകാരം. ഓക്കെ, നമ്മുടെ ട്രേഡ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. എന്തായാലും നോക്കാം. ട്രേഡ് നമ്മൾ റോങ് സൈഡ് പോയാലും നമ്മൾ നമുക്ക് വെച്ചിട്ടുള്ള ആ സ്റ്റോപ്പ് ലോസിൽ ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇറങ്ങും. ഞാൻ പറഞ്ഞല്ലോ 20 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ്, അതായത് 20 പോയിൻ്റ് എന്ന് പറയുമ്പോൾ 115 20 പോയിൻ്റ് 95 നമ്മൾ ഇറങ്ങും. മേലോട്ട് പോയാലും നമുക്ക് വേണമെങ്കിൽ റൈഡ് ചെയ്യാം, പക്ഷേ റൈഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ റൈഡ് ചെയ്യുള്ളൂ. ഇത് ഇന്നിപ്പം 40 പോയിൻ്റ് മാക്സിമം കിട്ടിയാൽ അവിടെ വെച്ച് ഇറങ്ങുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് വെക്കാം. നിഫ്റ്റി ഒന്ന് പുൾ ബാക്ക് ചെയ്യാതെ ഒരു വലിയ റാലി തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ന്യൂസും പിന്നെ പ്രതീക്ഷിച്ച ന്യൂസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് കൂടുതൽ പ്രതീക്ഷയായിട്ടൊന്നും ഇല്ല, അപ്രതീക്ഷിതമായിട്ടൊന്നും വരാനില്ലായിരുന്നു, ഒന്നും വന്നുമില്ല. അതുകൊണ്ട് വലിയൊരു റാലി ഉടനെ തന്നെ തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം. ട്രേഡ് എൻ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏത് രീതിയിൽ സംസാരിച്ചിട്ടും കാര്യമില്ലല്ലോ. ട്രേഡ് അങ്ങോട്ട് പോകും നോക്കാം. എങ്ങാനും താഴോട്ട് ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് സ്റ്റിക്ക് ഓൺ ചെയ്യുക, അവിടുന്ന് മാറ്റാണ്ടിരിക്കുക. നമ്മുടെ കൺവിക്ഷനാണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും തെറ്റ് പറ്റാം. അത് നമ്മൾ വിചാരിക്കുന്നത് തെറ്റല്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ താഴത്തേക്ക് വീണ്ടും സ്റ്റോപ്പ് ലോസ് മാറ്റി വെക്കാൻ നോക്കുന്നത്. അത് ചെയ്യാണ്ടിരിക്കുക. നിഫ്റ്റി നന്നായിട്ട് ഇറങ്ങുന്നുണ്ട്. നമ്മുടെ PE സൈഡിൽ പ്രോഫിറ്റ് നന്നായിട്ട് കാണിച്ചു തുടങ്ങി. അതൊരു നല്ല സ്പൈക്കായിരുന്നു കേട്ടോ. ഒരു സ്നൈപ്പർ എൻട്രി പോലെ നമ്മളെടുത്ത എൻട്രിയിൽ നിന്ന് താഴോട്ട് വന്നിട്ടേ ഇല്ല. മാക്സിമം ഒറ്റ ക്യാൻഡിൽ 5 മിനിറ്റിൻ്റെ ഒറ്റ ക്യാൻഡിൽ അത്യാവശ്യം നല്ല ഒരു 20 പോയിൻ്റ് വരെ കയറിപ്പോൾ. ഇത് ടാർഗറ്റ് ഹിറ്റ് ചെയ്യും. നമ്മൾ എന്തായാലും ടാർഗറ്റ് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഹിറ്റ് ചെയ്ത് ഓക്കെ. ഒറ്റ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റി. ഞാൻ പ്രതീക്ഷിച്ച അതേ പുൾ ബാക്ക് തന്നു നിഫ്റ്റി. ആ ന്യൂസ് വന്നപ്പോൾ എത്ര പോയിൻ്റ് കയറിയോ അത്രയും പോയിൻ്റ് തന്നെ താഴോട്ട് ഇറങ്ങി നിഫ്റ്റി. വീണ്ടും കയറുവാണ്. 40 പോയിൻ്റ് കഴിഞ്ഞ് 55 65 75 85 30 പോയിൻ്റ് വീണ്ടും കയറി. 40 പോയിൻ്റ് അടുത്ത് വരെ വന്നു. ഞാൻ വെച്ച എൻട്രിയിൽ നിന്ന് ഏതാണ്ട് 79-78 പോയിൻ്റ് വരെ കയറി. കുഴപ്പമില്ല, ഇനി അവിടെ സസ്റ്റെയിൻ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും കുഴപ്പമില്ല, നമ്മൾ 40 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്തിരുന്നെങ്കിലും അതൊന്ന് ഹിറ്റായേനെ. ഓക്കെ, നമ്മൾ ഹാപ്പിയാണ്. എന്തായാലും 40 പോയിൻ്റ് വെറും 5 മിനിറ്റ് കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത്രയും ദിവസം ചെയ്ത ട്രേഡിംഗ് ചലഞ്ചിൽ ആദ്യമായിട്ടാണ് വെറും 5 മിനിറ്റിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. ഒരു എൻട്രി എടുത്തുള്ളൂ, അത് ക്ലോസ് ചെയ്തു. നമുക്ക് ഇത്രേ
ഇത്ര സ്പീഡിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് നിന്നാണ്. നല്ലൊരു സ്നൈപ്പർ എൻട്രി ആയിരുന്നു. ഇപ്പോൾ ഏകദേശം 3:15 നമ്മൾ നേരത്തെ ഇതുപോലെ ഒറ്റ ട്രേഡ് എടുത്തുള്ളൂ. കണ്ടില്ലേ, അതൊരു സ്നൈപ്പർ എൻട്രി ആയിരുന്നു. അത് കയറിയിട്ട് അതേപോലെ തന്നെ അത് താഴേക്ക് ഇറങ്ങി ചെയ്തത്. കാരണം ഇന്ന് ബുള്ളിഷ് ആയിരുന്നു നിഫ്റ്റി. ആ ജസ്റ്റ് ഒരു വീക്ക് പ്ലെയേഴ്സിനെ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ പറയാറുണ്ടല്ലോ, അതിനു വേണ്ടി മാത്രമുള്ളൊരു മൂവ് ആയിരുന്നു പി സൈഡിലേക്ക്. അത് മാത്രമാണ് നമ്മൾ ക്യാപ്ചർ ചെയ്തത്. അത് ഏതാണ്ട് 70-78 പോയിൻ്റ് പി സൈഡിൽ മൂവ്മെൻറ്റ് കിട്ടി. അത് ക്യാപ്ചർ ചെയ്തു. കണ്ടില്ലേ, ഇപ്പം വൈകിട്ട് 3:15 വേറെ എൻട്രി ഒന്നും എടുത്തിട്ടില്ല. ആ ഒരൊറ്റ ട്രേഡ് രാവിലെ എടുത്തത്. ആ റാലിയുടെ പുറകെ നമ്മൾ പോകാൻ പോയില്ല.